എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്ലാവില ഒരു ബാസ്ക്കറ്റ് രൂപത്തിലാക്കി അതിൽ തയ്യാറാക്കുന്ന പ്രത്യേക രുചിയും മണവുമുള്ള ഒരു ഇഡ്ഡലിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം. വരൂ. അതിനായിട്ട് പ്ലാവിലകൾ നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട്. പ്ലാവില ബാസ്ക്കറ്റ് തയ്യാറാക്കാൻ ഒരു ബാസ്ക്കറ്റ് തയ്യാറാക്കാൻ 4 പ്ലാവിലകളാണ് വേണ്ടത്. ഒപ്പം വേണ്ടത് പച്ച ഈർക്കിലുകളാണ്. അപ്പോൾ അതിനായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ഓലക്കാല് വെട്ടിയെടുക്കുക. ഇതുപോലെ അത് നന്നായിട്ട് ചീവി ഈർക്കിലുകൾ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ബാസ്ക്കറ്റ് തയ്യാറാക്കാനുള്ള പ്ലാവിലകൾ നന്നായിട്ട് കഴുകി തുടച്ചെടുത്ത് വയ്ക്കുക. ആവശ്യത്തിന് ഈർക്കിലിയും തയ്യാറാക്കുക. പച്ച ഈർക്കിലി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ ബാസ്ക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ഒരു ബാസ്ക്കറ്റ് തയ്യാറാക്കുന്നതിന് 4 ഇലകൾ വേണമെന്ന് പറഞ്ഞല്ലോ. അതിൽ 2 ഇലകൾ എടുത്തിട്ട് ഇതുപോലെ ഈ വശത്ത് ഇങ്ങനെ ഈർക്കിൽ കുത്തി കൊടുക്കുക. 3-ാമത്തെ ഇല ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഭാഗത്ത് ഒരു ഈർക്കിൽ കുത്തി കൊടുക്കുക. ഈർക്കിൽ കഷ്ണം. 4-ാമത്തെ ഇല ഇതുപോലെ ഇവിടെ വെച്ചിട്ട് വീണ്ടും ഒരു ഈർക്കിലി കഷ്ണം ഇവിടെ കുത്തി കൊടുക്കുക. അങ്ങനെ ബാസ്ക്കറ്റിൻ്റെ ബേസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് സൈഡിൽ ഇങ്ങനെ മടക്കി ഇതുപോലെ ഇവിടെ ഒരു ഈർക്കിലി കഷ്ണം കുത്തി കൊടുക്കുക. ബാസ്ക്കറ്റ് രൂപത്തിലാക്കി എടുക്കുക. അതിനായിട്ട് ഒരു പ്ലാവിലയുടെ ഉള്ളിൽ മറ്റേ ഇല വരുന്ന പോലെ ഇതിങ്ങനെ കോർണർ മടക്കി ഈ കോർണറിൻ്റെ മേൽഭാഗത്തായിട്ട് ഒരു ഈർക്കിലി കഷ്ണം കുത്തി കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി 4 വശവും ഇതുപോലെ അടച്ചെടുക്കുക. കണ്ടോളൂ. ഇങ്ങനെ പ്ലാവില ബാസ്ക്കറ്റിൽ തയ്യാറാക്കുന്ന ഇഡലിയെ കൊങ്കിണിയിൽ ഖൊട്ടോ അഥവാ ഹിട്ടു എന്നാണ് പറയുക. മിക്കവാറും എല്ലാ വിശേഷ ദിനങ്ങളിലും വിശേഷ അവസരങ്ങളിലും എല്ലാ കൊങ്കിണി ഭവനങ്ങളിലും തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ് ഇത്. ഇതിൻ്റെ കൂടെ പേരപ്പ് ചെയ്ത് കഴിക്കുക. കറുത്ത കടലയും ചേനയും കൂടെ ചേർത്ത് തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന ഗശി എന്ന് പറയുന്ന വിഭവവും പിന്നെ ചേന കൊണ്ട് തന്നെ തയ്യാറാക്കുന്ന ഇൻസ്റ്റൻറ്റ് പിക്കിൾ സുർണ പച്ചട്ടി എന്ന് പറയും. സൂറൻ എന്ന് പറഞ്ഞാൽ കൊങ്കിണിയിൽ ചേന, കൂട്ടത്തിൽ തേങ്ങ ചമ്മന്തിയും കൂടെ കാണും. ഇതാണ് ട്രഡീഷണൽ രീതിയിൽ ഈ വിഭവം ഉണ്ടാക്കി കഴിക്കുന്ന രീതി. അപ്പോൾ പ്ലാവില ബാസ്ക്കറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ എത്ര ബാസ്ക്കറ്റ് വേണോ അത്രയും ബാസ്ക്കറ്റ് തയ്യാറാക്കുക. ഒന്നുകിൽ ഇതിൽ മാവ് ഒഴിക്കുമ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ പുറമേ വശത്തോട്ട് മടക്കി പതുക്കെ മാവ് കോരി ഒഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തണ്ട് മാത്രം നിർത്തി ബാക്കി 3 തണ്ടുള്ള വശങ്ങൾ ഒരു കത്രിക കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം. ഞാനിങ്ങനെ 3 വശം ഒരു തണ്ട് നിർത്തി ബാക്കി 3 വശം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ തയ്യാറാക്കാറുള്ളത്. ഇതുപോലെ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ മാവ് കോരി ഒഴിക്കുമ്പോൾ മാവ് പ്ലാവില ബാസ്ക്കറ്റിൻ്റെ പുറമേയൊക്കെ വീണ് പോവാതിരിക്കാനാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇനി ഇഡലി മാവ് റെഡിയാക്കാം. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ഇഡലി മാവ് തന്നെ അതുപോലെ അരച്ച് തയ്യാറാക്കിയ ഇഡലി മാവ്. പക്ഷേ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു പിടി കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക്. എരിവിനായിട്ടല്ല പച്ചമുളക് ചേർക്കുന്നത്, ഒരു രുചിക്കും മണത്തിനും വേണ്ടിയിട്ടാണ് പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇഡ്ഡലി മാവ് അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു ലേശം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഓരോ ബാസ്ക്കറ്റിലും മാവ് നിറയ്ക്കാം. മാവ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തവി കൊണ്ട് മാവ് കോരി ഒഴിക്കുക. അതുപോലെ ഫുള്ളായിട്ട് ബാസ്ക്കറ്റ് നിറയെ മാവ് ഒഴിക്കരുത്. ഒരു 3/4 അല്ലെങ്കിൽ പകുതിയേ ഒഴിക്കാവുള്ളൂ. കാരണം വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരുമല്ലോ. അങ്ങനെ എല്ലാ ബാസ്ക്കറ്റും നിറച്ച് ഇഡലി ചെമ്പിലോ അപ്പച്ചെമ്പിലോ വെച്ച് അടച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. സാധാരണ നമ്മൾ ഇഡലി തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സമയം
വേവാനെടുക്കും. കാരണം പ്ലാവിലയും കൂടെ ചേർത്ത് വെന്ത് വരണമല്ലോ. അപ്പോൾ ഇത് സാധാരണ ഇതിൻ്റെ കൂടെ പേരപ്പ് ചെയ്ത് കഴിക്കുന്ന കറികളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാ ചമ്മന്തിയും പിന്നെ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുള്ള കാരംബോള എന്നൊക്കെ പറയും, സ്റ്റാർ ഫ്രൂട്ട് ഇൻസ്റ്റൻറ്റ് പിക്കിളുമാണ്. കൂടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഹലുവയും കൂടെ ഉണ്ട്. അപ്പോൾ